ഒരു മനുഷ്യന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ കഴിഞ്ഞ 2 ദിവസമായി തുടരുന്നുണ്ട്. തിരുവനന്തപുരം തമ്പാനൂർ ആമിഴഞ്ചാൻ തോടിൽ അപകടത്തിൽ കാണാതായ ജോയിയെ കണ്ടെത്താനുള്ള തിരച്ചിൽ വളരെ ഊർജിതമായി തന്നെ ഇന്നും തുടരുകയാണ്. നേവി സംഘത്തിന്റെ നേതൃത്വത്തിലാണ് സംയുക്ത തിരച്ചിൽ തുടരുന്നത്. മാനസ മനോജ് കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ഈ തിരച്ചിൽ നടക്കുന്ന ഭാഗത്തു നിന്നും ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നുണ്ട്. മാനസ, നേവി ഉദ്യോഗസ്ഥർ രാത്രി തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ 6:30യോടുകൂടി തിരച്ചിൽ ആരംഭിക്കുമെന്നതായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. ഇപ്പോൾ മഴ പ്രതികൂല സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ടോ? എന്താണ് നിലവിലത്തെ അവസ്ഥ? തീർച്ചയായും കാവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തിരച്ചിൽ പരിശോധനകളൊക്കെയും ആരംഭിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് നാവികസേനാ സംഘം. എന്നാലും 6:30-ന് തിരച്ചിൽ തുടങ്ങുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നത്. എന്നാൽ 6:30-ന് തന്നെ ഈ നാവികസേനാ സംഘം സ്ഥലത്തെത്തി ഈ സാഹചര്യങ്ങൾ വിലയിരുത്തുകയായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയോടെയായിരുന്നു സംഘം തിരുവനന്തപുരത്ത് എത്തിയത്. അതുകൊണ്ട് തന്നെ ഈ അധികൃതരുമായി ചർച്ച നടത്തി ഏത് രീതിയിലായിരിക്കും ഇന്ന് ഈ രക്ഷാദൗത്യം നടത്തേണ്ടത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയും ചർച്ച നടത്തിയിരുന്നു. പക്ഷേ രാവിലെ ഈ ഒരു സാഹചര്യം മനസ്സിലാക്കി മാത്രമേ ഈ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുകയുള്ളൂ എന്നും അവർ അറിയിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 6:30-ന് തന്നെ സംഘം സ്ഥലത്തെത്തി ഇപ്പോൾ പരിശോധന നടത്തിയതിനു ശേഷം ഈ തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. ഏതായാലും ഏത് രീതിയിലാണ് ഈ ഒരു ദൗത്യം തുടങ്ങുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇതുവരെയും ആ ഒരു തീരുമാനം പുറത്ത് അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഏതായാലും അവർ പറഞ്ഞതും അക്കാര്യം തന്നെയായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി ഈ ഔദ്യോഗിക മീറ്റിംഗ് ഒക്കെ നടത്തിയിരുന്നു. അതിലും ബാഹ്യമായ ഇടപെടലുകൾ പാടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇവർ മുന്നോട്ട് വെച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ സംവിധാനം ഏർപ്പെടുത്തിയുള്ള തിരച്ചിലൊക്കെയും നടത്തുന്നത്. ഏതായാലും അറിയാൻ സാധിച്ചത് സോണാർ സംവിധാനം ഉപയോഗിച്ചുള്ള ഈ തിരച്ചിൽ നടത്തിയേക്കും എന്ന് തന്നെയാണ്. ആ ഒരു ടണൽ വഴി പോകുമ്പോൾ വലിയ രീതിയിലുള്ള ഇരുട്ടും ഒപ്പം തന്നെ ഈ മാലിന്യ കൂമ്പാരങ്ങൾ അടിഞ്ഞതിനാൽ തന്നെ പോകാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് സോണാർ സംവിധാനം ഉപയോഗിച്ചേക്കും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അതാവുമ്പോൾ പുറത്തു നിന്നും കൈകാര്യം ചെയ്യുന്ന രീതിയിലായിരിക്കും. ഉൾവശങ്ങൾ മുഴുവനും നല്ല രീതിയിൽ തന്നെ വ്യക്തമായി കാണാനുള്ള ഒരു സാഹചര്യവും ഉണ്ടാവും. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് NDRF സംഘം തിരച്ചിലിനായി ഇറങ്ങുന്ന രംഗമാണ്. എല്ലാവിധ തയ്യാറെടുപ്പുകളും എടുത്തതിന് ശേഷം NDRF സംഘം കഴിഞ്ഞ ദിവസം രാവിലെ 6:30 മുതലാണ് ഈ NDRF സംഘത്തിൻ്റെ ദൗത്യം ഇവിടെ തുടങ്ങിയത്. നിരവധി തവണയാണ് ഈ തോട്ടിലിറങ്ങിയുള്ള പരിശോധന ഇവർ നടത്തിയത്. ഒപ്പം തന്നെ സ്കൂബ ടീമും സംഘത്തിൽ ഉണ്ടായിരുന്നു. സ്കൂബ ടീം മാൻപോൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന നടത്തുമ്പോൾ NDRF ഇവിടെ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ ഈ ഒരു തോടിൻ്റെ ഭാഗത്തു നിന്നും പരിശോധന നടത്തുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. തുടർന്ന് ഇന്നും ഈ ഒരു ടണൽ വഴിയുള്ള പരിശോധന ഉണ്ടായേക്കും എന്നാണ് അറിയാൻ സാധിച്ചത്. ഏതായാലും NDRF സംഘം ഈ സ്ഥലത്ത് തുടരുകയായിരുന്നു. ഒപ്പം ഈ അല്പസമയം മുൻപ് നാവികസേനാ സംഘവും ഒന്നിച്ച് രാവിലെ സബ് കളക്ടർ അടക്കമുള്ളവർ അവിടെ എത്തി ചർച്ചകൾ നടത്തുന്നുണ്ടായിരുന്നു. വിവിധ തലത്തിൽ ഇന്നത്തെ സ്ട്രാറ്റജി ഇതൊക്കെ ഏകോപിപ്പിക്കുന്ന ആ ഒരു സംവിധാനത്തിലേക്കൊക്കെയും കാര്യങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ഒരു ആക്ഷൻ പ്ലാൻ കൃത്യമായി തയ്യാറായിട്ടുണ്ടോ മാനസ? ഇന്നത്തെ ഏത് രീതിയിലായിരിക്കും രക്ഷാദൗത്യം നടത്തേണ്ടത് എന്ന കാര്യത്തിൽ ഈ ഒരു ഔദ്യോഗികമായി അവർ പുറത്തു പറഞ്ഞില്ല എങ്കിൽ കൂടിയും ചർച്ച നടത്തിയതിനെ തുടർന്നുള്ള തീരുമാനത്തിന് ശേഷമാണ് ഇപ്പോൾ തയ്യാറെടുപ്പുകൾ നടത്തിയിരിക്കുന്നത്. ഉടൻ തന്നെ ഈ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തെ തോട്ടിലേക്ക് ഇറങ്ങും എന്നാണ് അറിയാൻ സാധിച്ചത്. ഇറങ്ങിയുള്ള ഒരു പരിശോധന ഈ ഒരു നാവികസേനാ സംഘത്തിന് ഈ ഒരു സാഹചര്യവും അതോടൊപ്പം തന്നെ സ്ഥലവും മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് 6:30-ന് വന്നതിന് ശേഷം സ്ഥിതി വിവരങ്ങളൊക്കെയും അവർ മനസ്സിലാക്കിയ ശേഷമാണ് ഈ ഒരു പ്രവർത്തനത്തിന് ഇറങ്ങുന്നത്. NDRF സംഘം കാര്യങ്ങളൊക്കെയും വിശദീകരിക്കുകയായിരുന്നു. ഇതുവരെയും നടത്തിയ പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം മുതൽ ഈ നാവികസേന അംഗങ്ങളുമായി പങ്കുവെക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി വരുന്ന സാധ്യതകൾ പരിഗണിച്ചാണ് മുന്നോട്ടുള്ള പ്രവർത്തനം എന്നാണ് അറിയാൻ സാധിച്ചത്. രാവിലെ മുതൽ തന്നെ അധികൃതർ എല്ലാവരും തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മേയറുമായിരുന്നു നാവികസേനാ സംഘം ചർച്ച നടത്തിയത്. മേയറും അതോടൊപ്പം തന്നെ മന്ത്രി ശിവൻകുട്ടി, രാത്രിയോടെ മന്ത്രിമാരായ MP രാജേഷ്, K കൃഷ്ണൻകുട്ടി തുടങ്ങിയ എല്ലാവരും തന്നെ സ്ഥലത്ത് എത്തിയിരുന്നു.
ശേഷം ഇന്ന് രാവിലെ സ്ഥലം സന്ദർശിക്കാനെത്തിയ നാവികസേന സംഘം രാവിലെ തന്നെ എത്തിയ സബ് കളക്ടറുമായി ചർച്ച നടത്തിയതിനു ശേഷമാണ്, അതായത് ഏത് രീതിയിലാണ് അവരുടെ ഓപ്പറേഷൻ, ഏത് രീതിയിലാണ് അവർ ഉദ്ദേശിക്കുന്ന പ്ലാൻ എന്ന കാര്യങ്ങളിലൊക്കെയും അധികൃതരുമായി ചർച്ച ചെയ്തതിന് ശേഷമാണ് ആ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചതിന് ശേഷം മാത്രമാണ് പ്രവർത്തനത്തിൽ ഇറങ്ങുക. ആ ഒരു സാഹചര്യങ്ങളൊക്കെയും നിലവിൽ കഴിഞ്ഞു. ഇപ്പോൾ ഈ NDRF സംഘത്തിൻ്റെ തയ്യാറെടുപ്പുകളാണ് കാണുന്നത്. ഒപ്പം തന്നെ ഈ മാലിന്യം നീക്കം ചെയ്യാനുള്ള പ്രവർത്തനവും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. മാലിന്യം 2 ദിവസം എടുത്തു. ഇനിയും മാലിന്യം, ഈ ഒരു ആമയിഴഞ്ചാൻ തോടിലെ മാലിന്യത്തിന് ഒരു അറുതി ഉണ്ടായിട്ടില്ല. ഈ മാലിന്യം തന്നെയാണ് ഈ ഒരു പ്രധാന വെല്ലുവിളിയായി നിൽക്കുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം രാത്രി മുതൽ നഗരത്തിൽ നല്ല രീതിയിൽ തന്നെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴയും പ്രതികൂല സാഹചര്യം സൃഷ്ടിക്കുകയാണ്. ഏതായാലും ഈ ഒരു മഴയെ തുടർന്നും ഇവർ ഈ ഒരു പ്രവർത്തനം നിർത്തിവെക്കാതെ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. അതിൻ്റെ എല്ലാവിധ തയ്യാറെടുപ്പുകളുമാണ് നടത്തുന്നത്. നിലവിൽ സ്ഥലത്ത് NDRF സംഘവും ഈ സ്കൂബ ടീം അംഗങ്ങളും ഒപ്പം തന്നെ നാവികസേനാ വിഭാഗം ആളുകളും ആണ് നിലവിൽ തിരച്ചിലിനായി ഇറങ്ങുന്നത്. ഏതായാലും ഇന്ന് തന്നെ ഈ ഒരു ദൗത്യത്തിന് ഫലം കാണുമെന്ന പ്രതീക്ഷയാണ് ഉള്ളത്. 2 ദിവസം നീണ്ട രക്ഷാദൗത്യത്തിൽ ഫലം കണ്ടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം അടിയന്തര യോഗവും നടന്നിരുന്നു. ആ യോഗത്തിലും പ്രധാന വെല്ലുവിളിയായി എടുത്തു പറഞ്ഞത് ഈ മാലിന്യ കൂമ്പാരങ്ങൾ തന്നെയാണ്. അങ്ങോട്ടേക്ക്, അതായത് ഈ തോട് വഴി ടണലിലേക്ക് പോകാനുള്ള വഴി മുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം, അതായത് ഈ മാലിന്യങ്ങൾ നിറഞ്ഞ ചളി പോലെയുള്ള രൂപത്തിൽ വലിയ രീതിയിൽ ഒരു ബണ്ട് കെട്ടിയതുപോലെയാണ് അടിയിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പോകാൻ ടണലിലേക്ക് പ്ലാറ്റ്ഫോം 3 യോട് സമീപമുള്ള റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം 3യോട് സമീപമുള്ള മാൻഹോളിലേക്ക് എത്തുന്ന ആ ടണലിലേക്ക് പോകാനുള്ള സാധ്യത നിലവിൽ ഇല്ല. അത് അടഞ്ഞു കിടക്കുന്നതായാണ് ഈ ഇന്നലെ മുങ്ങൽ വിദഗ്ധർ നമ്മളോട് അറിയിച്ചത്. അതേ സാഹചര്യം തന്നെയായിരിക്കും ഇന്നും ഉണ്ടാവുക. എങ്കിൽ കൂടിയും ഒരു പരിശോധന ഈ ഒരു നാവികസേനാ വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായേക്കും എന്നാണ് അറിയാൻ സാധിച്ചത്. അതിന് ശേഷമായിരിക്കും ബാക്കിയുള്ള പ്രവർത്തനം അല്ലെങ്കിൽ ബാക്കിയുള്ള ദൗത്യം എങ്ങനെയാണ് എന്ന കാര്യത്തിലൊക്കെയും തീരുമാനം ഉണ്ടാവുക. ഒപ്പം തന്നെ ഈ ടണൽ വഴി നേരെ 117 മീറ്റർ നീളമാണ്. അതിൽ 117 മീറ്ററും കഴിഞ്ഞ ദിവസം സ്കൂബ ടീം അംഗങ്ങൾ സഞ്ചരിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ പരിശോധന നടത്തി കഴിഞ്ഞു. ആ പരിശോധനയിലൊന്നും തന്നെ ജോയിയെ കണ്ടെത്താൻ സാധിച്ചു. ശരി, ഇപ്പോൾ മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക്, ഇന്നത്തെ ദിവസത്തിലേക്ക് കടന്നതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദുരന്ത നിവാരണ സേനയുടെ ഉദ്യോഗസ്ഥർ, നേവിയുടെ ഉദ്യോഗസ്ഥർ ഒക്കെയും വീണ്ടും തിരച്ചിലിനായി വളരെ ഊർജിതമായി സംസ്ഥാന ഫയർഫോഴ്സ്, കേരള പോലീസ് അടക്കമുള്ളവരുടെ വലിയ തോതിലുള്ള കൃത്യമായ ഒരു ഏകോപനം അവിടെ നടക്കുന്നുണ്ട്. രാവിലെ തന്നെ സബ് കളക്ടർ സ്ഥലത്തെത്തി സംഭവങ്ങളൊക്കെയും ഇന്നത്തെ ഒരു ദിവസത്തെ എന്താണ് പ്രവർത്തനം എന്ന അടക്കമുള്ള കാര്യങ്ങൾ, ഈ തിരച്ചിലിന്റെ നേതൃത്വം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ ചർച്ച നടന്നിരുന്നു. സോണാർ സംവിധാനം ഉപയോഗിക്കുമെന്നതാണ് നേരത്തെ മാനസ റിപ്പോർട്ട് ചെയ്തത്. സാധ്യമായ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് ഇന്നെങ്കിലും ജോയിയെ കണ്ടെത്താനാകുമെന്ന വലിയ പ്രതീക്ഷയിൽ ഒരു നാട് കാത്തിരിക്കുകയാണ്.